ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് ഭഗവത്ഗീത ആസിറ്റീസ് അധ്യായം 6 30-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സാ ച മേ ന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സാ ച മേ ന പ്രണശ്യതി. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. हरे कृष्णा। ओम नमो भगवते वासुदेवाय। यो मां पश्यति सर्वत्र सर्वं च मयि पश्यति तस्याहं न प्रणश्यामि स च मे न प्रणश्यति। हरे कृष्णा। ശ്യാമള മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय। यो मां पश्यति सर्वत्र सर्वं च मयि पश्यति तस्याहं न प्रणश्यामि स च मे न प्रणश्यति। हरे कृष्ण। സാവിത്രി മാതാജി. കൃഷ്ണ 33 മുപ്പതല്ലേ പറഞ്ഞ മാതാജി? 33 എടുക്കണ്ട. ഹരേ കൃഷ്ണ. 32 എടുത്തല്ലോ. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്താ സമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വത് സ്ഥിതം സ്ഥിരം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്താ സമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വത് സ്ഥിതം സ്ഥിരം. ഹരേ കൃഷ്ണ. ഓക്കെ സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ നല്ല ഇടിയായിരുന്നു പ്രഭു, അതുകൊണ്ട് നെറ്റ് പോയി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. भगवते वासुदेवाय. अर्जुन उवाच योऽयं योगस्तया प्रोक्ता साम्येन मधुसूदन एतस्याहं न पश्यामि च त्वत्स्थिरा. हरे कृष्ण. ശ്യാമള മാതാജി. ओम नमो भगवते वासुदेवाय। अर्जुन उवाच योऽयं योगस्तया प्रोक्ता साम्येन मधुसूदन एतस्याहं न पश्यामि चञ्चलत्वा स्थितिं स्थिराम्. हरे कृष्ण. Very good. Arjuna said, "Oh Madhusudana, the system of yoga which you have summarized appears impractical and unendurable to me, for my mind is restless and unsteady." അർജുനൻ പറയുന്നത് ഈ യോഗ സിസ്റ്റം, ഇപ്പൊ പറയുന്ന ഈ 6-ാമത്തെ അധ്യായത്തിലെ യോഗ സിസ്റ്റം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇംപ്രാക്ടിക്കൽ എന്നാ പറയുന്നത്. ചെയ്യാൻ പറ്റാത്തതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അർജുനൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അർജുന് പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റുമോ?
പറ്റുമോ? ഇത്രയും എക്സോൾട്ടഡ് ആയിട്ടുള്ള ഇത്രയും കാലിബറുള്ള ആ അർജുനന് ഈ യോഗ സിസ്റ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ അപ്പൊ നമുക്ക് ഇത് പിന്നെ ഈ ഒരു ശ്ലോകമൊക്കെ ഉള്ളപ്പോ എന്തുകൊണ്ടാണ് അത് ഇത്രയും പ്രാചാരത്തിൽ? ശ്ലോകം ഉണ്ടെങ്കിൽ പക്ഷെ ആരും ചെയ്യുന്നില്ലല്ലോ ഇവിടെ. എവിടെ പ്രചാരത്തിലുള്ളത്? ഏയ് ആരെ യോഗ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ അടുത്ത് കേട്ടതാണ് പ്രഭുജി. വലിയ ഇതായിട്ട് ഞാന് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക്. ജപമൊക്കെ ഈ ധ്യാനത്തിന്റെ മുന്നോടി മാത്രമാണ്. ഇപ്പൊ ഈ ധ്യാനത്തിന്റെ പരമതിലെത്തിയ പിന്നെ ജപം വേണ്ട ഒന്നും. അതിപ്പോ എന്താ ചെയ്യാൻ നിവൃത്തിയില്ല, കലികാലാണ്, അങ്ങനെയൊക്കെ പറയും. ജപിക്കേണ്ട ആവശ്യമെന്നാണ് ഹെഡിങ് തന്നെ കൊടുത്തെടുക്കുന്നത്. ആരും ജപിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നോക്കണത് പെട്ടെന്ന് എന്താ ജപിക്കണ്ടെന്ന് പറയാൻ കാരണം നോക്കുമ്പോ ഇതാണ് ധ്യാനത്തിന്റെ പരമതിൽ എല്ലാതും പിന്നെ അവിടെ ശബ്ദങ്ങൾക്കൊന്നല്ല പ്രാധാന്യം, ഭഗവാനും എല്ലാതും കൂടി ഒന്നാവുന്നത് അവസ്ഥയാണെന്ന്. ഭഗവാന്റെ നിർദ്ദേശം അവര് കേൾക്കുന്നില്ല, അവര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കുന്നവർ ചെയ്യാം, അല്ലാത്തവർ അങ്ങനെ ആ സാഗരത്തിൽ കടന്ന് മുങ്ങിയും പൊങ്ങിയൊക്കെ ഇരിക്കും. നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, ദ സിസ്റ്റം ഓഫ് യോഗ വിച്ച് യു ഹാവ് സമ്മറൈസ്ഡ് അപ്പിയർസ് ഇംപ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അർജുനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ യോഗ സിസ്റ്റം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആരാന്ന് വെക്കുന്നത് അൺഎൻഡ്യൂറബിൾ ടു മീ ഫോർ ദ മൈൻഡ് ഇസ് റെസ്റ്റ്ലെസ് ആൻഡ് സ്റ്റഡി. കാരണം മനസ്സ് എസ്പെഷ്യലി കലിയുഗത്തിലെ നമ്മളുടെ മനസ്സ് വളരെ വളരെ റെസ്റ്റ്ലെസ് ആണ്. അങ്ങനത്തെ ഒരു ടീം ഇപ്പൊ നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടു, ഡയറക്റ്റ് മുന്നിൽ എത്തിപ്പെട്ടാല് നമുക്ക് പോയിട്ട് ഈ ഒരു ശ്ലോകത്തിലത്തെ കാര്യം പറയാൻ പറ്റുമോ? ഇല്ല, അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അവർക്കില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സുഹൃതി വേണം മാതാജി. സുഹൃതി ഇല്ലാണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് കാര്യം. അതിന്റെ സുഹൃതി വേണം. അതാണ് സുഹൃതി വേണം, ക്വാളിഫിക്കേഷൻ. അതിനുള്ള കർമ്മമില്ല, അതിനുള്ള സുഹൃതി ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവര് ആ നിലയ്ക്ക് വിടട്ടെ, പോട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ. എന്തെങ്കിലും ചെയ്തേ, എന്തെങ്കിലും കുറച്ചത് കിട്ടും. ഇപ്പൊ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ജന്മങ്ങൾ എടുക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ ഭഗവാൻ തന്നെ പറയുന്നത്, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയെ യദതാം അഭിസിദ്ധാനാം കശ്ചിത് മാം വേതി തത്വ. മനുഷ്യാനാം സഹസ്രേഷു, എത്രയോ ആയിരം മനുഷ്യ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കശ്ചിത് യദതി സിദ്ധയെ, വളരെ കുറച്ച് പേരെ ഇതിനെ പറ്റി മനസ്സിലാക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആ കുറെ ആൾക്കാരിൽ ഒരാളെയാണ് എന്നെ തത്വത്തിൽ മനസ്സിലാക്കുമെന്ന് പറയുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ നമ്മള് ഈ പാടുപെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ റിസെപ്റ്റീവ് ആയിട്ടുള്ള, കേൾക്കാൻ സന്നദ്ധരായിട്ടുള്ള, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് പറ്റും. പിന്നെയും മാതാജിമാർക്ക് പറഞ്ഞു കൊടുത്താൽ കാരണം വെച്ചാൽ അവർ റിസെപ്റ്റീവാണ്. പുരുഷന്മാർക്ക് ലോജിക്കൽ തിങ്കിങ് ആണ്, അവർ ലോജിക്ക് വരും, അവർ അതിനെ റെഫ്യൂട്ട് ചെയ്യാൻ നോക്കും, അതിനെ ആർഗ്യൂ ചെയ്യാൻ നോക്കും, ലോജിക്കൽ ആർഗ്യുമെന്റ്. സ്ത്രീകൾ കുറച്ചും കൂടി ഇന്നസെന്റ് ആണ് മാതാജിമാര്, അപ്പൊ അവർ കേൾക്കും. സ്ത്രീകൾ കുറച്ചും കൂടി ഇന്നസെന്റ് ആണ്, അവർ കേൾക്കും, അവര് തർക്കിക്കില്ല. അവര് കുറച്ച്, അതായത് വിശ്വാസം വന്നാൽ കുറച്ച് ആൾക്കാർ, അതായത് അങ്ങനത്തെ ആൾക്കാർ പറയുമ്പോൾ അത് കേട്ട് പ്രകാരം അങ്ങനെ അവർക്ക് ആ സുഹൃത്തം കിട്ടും. പുരുഷന്മാര് എന്താ പറഞ്ഞ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട്. അതെ, എങ്ങനെയും, കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഭൗതിക ലോകത്തില്. നമ്മുടെ ഈ പുറമേയുള്ള ചിരി മാത്രമേ ഉള്ളൂ, ഉള്ളിൽ നീറാണ് എല്ലാവരുടെയും. എത്ര വലിയ പണക്കാരനും ശരി, എത്ര വലിയ കഴിവുള്ള ആളാനും ശരി, എത്ര വലിയ പ്രശസ്തി ഉള്ള ആളാനും ശരി, എല്ലാവരും ഉള്ളിൽ നീറുന്നു അല്ലെ? ഉള്ളിൽ നീറാത്ത ആൾക്കാരുണ്ടോ? പുറമേ നമ്മള് പല്ല് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാനും എല്ലാം വളരെ ഫൈനാണ്, സൂപ്പർ ഫൈനാണ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ. പക്ഷെ എല്ലാവരും എത്ര കൊമ്പത്തെ വ്യക്തിയാണ് ശരി, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഭൗതിക ലോകം അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദുഃഖാലയം. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 ഡയറക്ഷനിലേക്കാ പോകുന്നത്. പിന്നെ എങ്ങനെ അവിടെ സന്തോഷം ഉണ്ടാവുക? അപ്പൊ അതിനാണ് ഭക്തന്മാരുടെ സംഘം, ഒരേപോലുള്ള വേവ് ലെങ്ത്തുള്ള, ഒരേപോലുള്ള ആ ഒരു അഭിപ്രായമുള്ള,
ഒരേ പദ്ധതിയിൽ വിശ്വസിക്കുന്ന, ഭഗവാനെ മധ്യം നിർത്തി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുടെ ആ സംഘത്തിൽ കൂടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. മറ്റത് നമ്മളുടെ വീട്ടിലെ ആൾക്കാരായിരിക്കാം, അവരെ ഇതിന് സന്നദ്ധരല്ലെങ്കിൽ നമ്മുടെ കടമ ചെയ്യുന്നു എന്നല്ലാണ്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അതാണ് ഭക്തന്മാരുടെ സംഘമാണ് പറഞ്ഞത്. ഭക്തന്മാരുടെ സംഘം പറഞ്ഞാൽ എല്ലാം ലൈക്ക് മൈൻഡഡ് ആണ്. എല്ലാവരും ഭഗവാനെ പ്ലീസ് ചെയ്യുക, ആ ഭഗവാനെ പ്ലീസ് ചെയ്യുന്നതോടെ ഈ കരകയറുക, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, സ്വന്തം. മറ്റുള്ളവർക്ക് ആരെങ്കിലും അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ, കഴിവുണ്ട്, അതനുസരിച്ച് ചെയ്യുക. സോ അതാണ് സിസ്റ്റം ഓഫ് യോഗ. യു ഹാവ് സമ്മറൈസ് അപ്പിയേഴ്സ് ഇംപ്രാക്ടിക്കൽ ആൻഡ് അൺഎൻഡ്യൂറബിൾ ടു മീ ഫോർ ദ മൈൻഡ് ഇസ് റെസ്റ്റ്ലെസ് ആൻഡ് അൺസ്റ്റഡി. കാരണം എന്താണ്? മൈൻഡ് റെസ്റ്റ്ലെസ് ആണ്, അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കാമങ്ങളാണ് മനസ്സിൽ. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഏറ്റി നടക്കുന്ന ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10,000, പിന്നെ 1,00,000, അങ്ങനെ പോകും നമ്മുടെ ആഗ്രഹങ്ങൾ. ഒരിക്കലും അത് തീരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനിൽ ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമുക്കില്ല കലികാലത്തിൽ. So the system of mysticism described by the Lord Krishna to Arjuna, beginning with the words Suchau Deshe and ending with Yogi Paramaha. Suchau Deshe, അതായത് വളരെ ശുദ്ധിയുള്ള, വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ ചെയ്യണം. ഈസ് ഹിയർ ബീങ് റിജക്റ്റഡ് ബൈ അർജുന ഔട്ട് ഓഫ് എ ഫീലിംഗ് ഓഫ് ഇനബിലിറ്റി. അപ്പം അർജുനൻ സ്ട്രേറ്റ് അവേ എന്നെ റിജക്റ്റ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റില്ല. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം. വേണമെങ്കിൽ വളരെ അതിവേഗത്തിൽ വരുന്ന വായുവിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സിസ്റ്റം, ഈ യോഗ സിസ്റ്റം ഞാൻ റിജക്റ്റ് ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആ യോഗ സിസ്റ്റമാണ് ഇന്നത്തെ ആൾക്കാർ യോഗ സ്റ്റുഡിയോ പറഞ്ഞിട്ട് കുറച്ച് സിറ്റിംഗ് പോസ്ചറും കുറച്ച് ബ്രീത്തിങ് ടെക്നിക്കായിട്ട് ഇരിക്കുന്ന യോഗ എന്ന് പറഞ്ഞിട്ട്. അത് യോഗ അല്ല, അത് എക്സസൈസ് ആണ്. അതിൽ യോഗ എന്നുള്ള യാതൊരു ഇല്ല. ബോഡി ബിൽഡിംഗ് ആണത്, അത്രേ ഉള്ളൂ. അതിലുപരിയായിട്ട് ഒന്നുമില്ല. എന്തായാലും സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ചെയ്യട്ടെ, അതെങ്കിലും ചെയ്യട്ടെ. So it is not possible for an ordinary man to leave home and go to the secluded place in the mountains or jungles to practice yoga in this age of Kali. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസും ശല്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. The present age is characterized by a bitter struggle for a life of short duration. നമ്മൾ സ്ട്രഗ്ലിങ് ആകെ ഉള്ളത് 100 വർഷമാണ് മാക്സിമം. അതിൽ മിക്ക ആൾക്കാരും 50, 60, 70 പോവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. People are not serious about self-realization even by simple practical means. വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സിലെ കൽമശങ്ങളെല്ലാം ശുദ്ധീകരിക്കാനുള്ള അവസരം ഭഗവാൻ ഒരുക്കി തന്നിട്ട് അത് വേണ്ട. നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാട്ടിൽ പോയിട്ട് അങ്ങനെ സിറ്റിംഗ് പോസ്ചറും പ്രാണായാമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭഗവാനെ പ്രാപിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. People are not serious about self-realization even by simple practical means, and what to speak of the difficult yoga system which regulates the mode of living, the manner of sitting, selection of place, detachment of the mind from material engagement. As a practical man, Arjuna thought it was impossible to follow the system of yoga even though he was favorably endowed in many ways. അർജുനെ സംബന്ധിച്ചുള്ള അന്നത്തെ കാലത്ത് ഒരുപാട് ഫേവറബിൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു യോഗ പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ടും കൂടിയിട്ട് അർജുനൻ അതിനെ റിജക്റ്റ് ചെയ്തു. നമുക്ക് ഫേവറബിൾ സിറ്റുവേഷൻ, നമുക്ക് വീട് വിട്ട് കാട്ടിലൊന്നും പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസരമൊന്നുമില്ല. ഒന്നാമത് പേടി, കാട്ടിൽ പോകാൻ പറ്റുമോ? വന്യമൃഗങ്ങളുടെ പേടി ഉണ്ടായിരിക്കും നമുക്ക്. അഥവാ കുറച്ചൊരു 5 മിനിറ്റ് ഇരുന്നാൽ തന്നെ അയ്യോ സിംഹം വരുമോ പുലി വരുമോ
ചെന്നായി വരുമോ എന്നുള്ള പേടിയായിരിക്കും. എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും? സിറ്റിയിലിരുന്നിട്ട് നമുക്ക് യോഗ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അർജുനന് അന്നത്തെ കാലത്ത് പിന്നെയും ചെയ്യാമായിരുന്നു, എന്നിട്ടും അർജുന് പറ്റില്ല പറഞ്ഞു. സോ ഹി ബിലോങ് ടു ദ റോയൽ ഫാമിലി ആൻഡ് വാസ് ഹൈലി എലിവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ന്യൂമറസ് ക്വാളിറ്റി. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അർജുനൻ. അന്നത്തെ കാലത്ത് വേണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ ചെയ്യാമായിരുന്നു. പക്ഷെ എങ്കിലും കൂടിയും അത്ര എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും ആ ക്വാളിറ്റീസ് ഉണ്ടായിട്ടും അർജുനൻ അതിനെ തിരസ്കരിച്ചു. ഹി വാസ് എ ഗ്രേറ്റ് വാരിയർ, ഹി ഹാഡ് ഗ്രേറ്റ് ലോഞ്ചിവിറ്റി. അതായത് അദ്ദേഹം വലിയൊരു യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഡ്യൂറേഷൻ കൂടുതലായിരുന്നു നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആൻഡ് അബവ് ഓൾ ഹി വാസ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഓഫ് ലോർഡ് കൃഷ്ണ, ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഏറ്റവും അതിലുപരിയായിട്ട് എന്താണ്, ഭഗവാന്റെ സ്വയം സുഹൃത്തായിരുന്നു. ഇതെല്ലാം അർജുനന്റെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. 5,000 years ago, Arjuna had much better facilities than we do now. Yet he refused to accept the system of yoga. ഇതൊന്നും ഇന്നത്തെ ആൾക്കാർ ആരാ മനസ്സിലാക്കുന്നത്? ഭഗവത്ഗീതയിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആരും വായിച്ച് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അവനോട് തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഭഗവാൻ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. In fact, we do not find any record in history of his practicing it at any time. നമ്മൾ ഇതേവരെ ഒരു സ്ക്രിപ്റ്റേഴ്സിലും ഒരു ഗ്രന്ഥത്തിലും അർജുനൻ ഇങ്ങനെ യോഗ പ്രാക്ടീസ് അഭ്യസിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല എന്നാണ് പ്രഭുപാദർ പറയുന്നത്. Therefore, this system must be considered generally impossible in this age of Kali. അതുകൊണ്ട് കലിയുഗത്തിൽ ഈ സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റില്ല. Of course, it may be possible for some very few rare men, but for the people in general it is impossible proposal. വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാർ എന്തെങ്കിലും അല്ല ഹിമാലയത്തിലെ ഗുഹകളിൽ പോയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, വിരലിൽ എണ്ണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ. പക്ഷെ ജനറലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ അതിനുവേണ്ടി തുനിയാതിരിക്കുകയാണ് നല്ലത്. ഇഫ് ദിസ് വെർ സോ 5,000 years ago, then what of the present day? Those who are imitating this yoga system in different so-called schools and societies, although complacent, are certainly wasting their time. പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, അപ്പോൾ ഈ യോഗയുടെ പേരുടെ യോഗ സ്റ്റുഡിയോയിൽ പോയിട്ട് യോഗ അഭ്യസിക്കുന്ന ആൾക്കാരുടെ വെറുതെ സമയം കളയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. They are completely in ignorance of the desired goal. അത് ലക്ഷ്യസ്ഥാനത്തെ പറ്റിയിട്ട് അവർക്ക് യാതൊരു അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ അതിനെ എഗൻസ്റ്റ് പോകാൻ പറ്റും നമുക്ക്? പോയിട്ട് കാര്യമില്ല. നമ്മൾ വിഡ്ഢികളാവും എന്നല്ലാണ്ട് നമ്മളെ വിഡ്ഢികളാകും. അല്ലെങ്കിൽ അവര് ഇതൊന്നും പറഞ്ഞ് അവര് തലയിൽ കയറില്ല. കുറെയൊക്കെ ബിസിനസ് മൈൻഡഡ് ആണ്, പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക എന്നിട്ട് പൈസ സമ്പാദിക്കുക, ഇതാണ് യോഗ സിസ്റ്റം പറഞ്ഞിട്ട്. അത് വാങ്ങാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതിനാണ് ആൾക്കാർ കൂടുതൽ. അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ. ഒറിജിനൽ ആർക്കും വേണ്ട. ഒറിജിനൽ യോഗ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, ഭക്തി യോഗ. അതാർക്കും വേണ്ട. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സാധനമാണെന്ന് പറയും. എന്നാണ് സംഗതി. ഓക്കെ, എന്തെങ്കിലും ഇനി പോയിന്റ്സ് ഇതില് 33-ല്? ഭഗവാൻ അത് എല്ലാ യുഗത്തിലുള്ളവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ആർക്കും വേണമെങ്കിലും സ്വീകരിക്കാം അല്ലെ? ആർക്കും സ്വീകരിക്കാം. പക്ഷെ ഈ യോഗ സത്യയുഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് റിലവൻ്റ് ആയിട്ടുള്ള. സത്യയുഗത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള വിധിവിധാനങ്ങൾ തന്നിട്ടുണ്ട്, പ്രോസസ്സ് തന്നിട്ടുണ്ട്. ത്രേതായുഗത്തിൽ വേറെ, ദ്വാപരയുഗത്തിൽ വേറെ, കലിയുഗത്തിൽ വേറെ. ഡിഫറെൻറ്റ് കരിക്കുലം, ഡിഫറെൻറ്റ് സിലബസ് ഡിഫറെൻറ്റ് ഏജസിൽ തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ വേണ്ടു. 10ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടി PhD-യിലത്തെ കരിക്കുലം സിലബസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല.
ഒന്നാം ക്ലാസ്സിലത്തെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലത്തെയും പറ്റില്ല. അങ്ങനെയാണ്. ടെക്സ്റ്റ് 34 ഉണ്ടോ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലഭദ്രടം തസ്യാഹം നിഗ്രഹം മന്യേ വായുരീവാസു ദുഷ്കരം. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലഭദ്രടം തസ്യാഹം നിഗ്രഹം മന്യേ വായുരീവാസു ദുഷ്കരം. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദേ ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവാസു ദുഷ്കരം. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദീ ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവാസു ദുഷ്കരം. ട്രാൻസ്ലേഷൻ കൂടി വായിച്ചു മാതാജി. ഹരേ കൃഷ്ണ. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. The mind is restless, turbulent, obstinate, and very strong. Oh Krishna, and to subdue it, I think is more difficult than controlling the wind. അർജുനൻ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ് ഇവിടെ പറയുന്നത്. എന്താണ്? മനസ്സെങ്ങനെയാണ്? റെസ്റ്റ്ലെസ് ആണ്, ചഞ്ചലം. അത് ഒരു സ്ഥലത്ത് നിൽക്കില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഒരു സ്ഥലത്ത് നിൽക്കാത്തതാണ്. അത് എപ്പോഴും അത് വാണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയത്ത് നമ്മളിപ്പോ ഈവൻ ജപിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ശരിക്കുള്ള ആ ഒരു കളി അറിയുള്ളൂ. നാമത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ. ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ കുട്ടികളുടെ അടുത്തായിരിക്കും, ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങളിലായിരിക്കും. നമ്മൾ ജപിക്കുന്നത് ഭഗവാന്റെ നാമാണെങ്കിലും മനസ്സ് അവിടെ ഉറച്ചു നിൽക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. വളരെ റെസ്റ്റ്ലെസ് ആണ്. പിന്നെ ടർബുലന്റ് ആണ്. ടർബുലന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കടലിലൊക്കെ നല്ല കാറ്റും കോളുള്ള സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതില്ലേ, ടർബുലൻസ് ഇല്ലേ? കാറ്റും ഓളം വന്നിട്ട് ഇങ്ങനെ ആകെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന, അതേപോലെ മനസ്സിങ്ങനെ കോളിളക്കം പോലെയാണ്. ഒബ്സ്റ്റിനേറ്റ്. പിന്നെ വാശി, ഭയങ്കര വാശിയാണ്. അതായത് ഞാനത് വിചാരിച്ചാൽ നടക്കണം എന്നുള്ള വാശി. ചെറിയ ചെറിയ കുട്ടികളുടെ വാശി കണ്ടിട്ടില്ലേ? വെരി സ്ട്രോങ്, വളരെ കടും പിടുത്തം പിടിക്കുന്ന ആൾക്കാരാണ്. അത് ശരിക്കും പ്രഭുജി ജപിക്കുമ്പോഴാണ് ഈ മനസ്സിന്റെ ഒരു കളികൾ ശരിക്കും മനസ്സിലാവും. അപ്പളാ നമുക്ക് അറിയുള്ളൂ. അതുവരെ നമുക്ക് അറിയില്ല. നമ്മള് 16 മാല കഴിഞ്ഞു, ഇത് എപ്പോഴാ കഴിഞ്ഞ, എങ്ങനെ കഴിഞ്ഞ നമുക്ക് അറിയില്ല. മനസ്സ് പല ദിക്കിലായിരിക്കും. അത് ഭഗവാന് എങ്ങനെ അത് സാധ്യമാകുമെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല പ്രഭുജി. എല്ലാവരും ശ്രവിക്കുക ഹരേ കൃഷ്ണ. ഒരു 4-5 മാലയൊക്കെ ആ ശ്രവണം ശരിക്കും നടക്കും. പിന്നെ എവിടേക്ക് പോയിന്ന് അറിയണില്ല. പിന്നെ നമുക്ക് ചാൻഡ് ചെയ്ത് തന്നെ എങ്ങനെ കഴിഞ്ഞെന്ന് അറിയില്ല. സമയം ചാൻഡിങ് കഴിഞ്ഞു. മനസ്സ് എവിടേക്കേ പോയി വന്നു, എവിടേക്കേ കറങ്ങിപ്പോയി വന്നു. ഒരു പിക്നിക്കിന് പോയി, ടൂറിന് പോയി. അതേപോലെ ഒരു മാല ശരിക്കും ഇരിക്കും, വലിയ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ള 2-4-5 മണി ചെല്ലുമ്പോഴേക്കും ആള് കൈവിട്ട് പോയി. എന്തൊരു അപ്പൊ അത്രയും റെസ്റ്റ്ലെസ് ആണ് മനസ്സ്. ആലോചിച്ച് നോക്കൂ. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹാക്കു നന്ദന. അവിടെ വളരെ ഫോക്കസ് ആയിരിക്കണം. ഞാൻ പ്രഭുജി വിചാരിക്കുന്നത് അത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമോ, അത് മനസ്സ് കൃഷ്ണന് വരാത്തത്. മാതാജി മാത്രമല്ല, എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. നമ്മള് അതായത്
കുട്ടികളൊക്കെ എന്തെങ്കിലും ഈ കാർട്ടൂണൊക്കെ ഇട്ട് ഇതായാലും മുഴുകിയിരിക്കുന്നേ പോലെ മുഴുകിയിരിക്കില്ലേ, അതേപോലെ ആയിരിക്കണം നമ്മളുടെ സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ ആയിരിക്കണം. നമുക്ക് വേറൊന്നും നമ്മുടെ തലയിൽ കയറാൻ പാടില്ല ആ സമയത്ത്, ചാൻഡ് ചെയ്യുന്ന സമയത്ത്. വരും വരും പതുക്കെ പതുക്കെ വരും. ഭഗവാന്റെ മേഴ്സി, നമ്മളുടെ ആ ഒരു ലൗല്യം, ഗ്രീഡിനെസ്, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. സമയം എടുക്കും, കുഴപ്പമില്ല, എങ്കിലും കീപ് ട്രൈങ്. ഓ കൃഷ്ണ, ആൻഡ് ടു സബ്ഡ്യൂ ഇറ്റ് ഐ തിങ്ക് ഇസ് മോർ ഡിഫിക്കൽട്ട് ദാൻ കൺട്രോളിങ്. ആ ഞാൻ അതിവേഗത്തിൽ വരുന്ന കാറ്റിനെ എനിക്ക് നിഗ്രഹിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ മനസ്സിനെ നിഗ്രഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. മനസ്സ് കുരങ്ങനെ പോലെയാണ്. പലതവണ ഈ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. മനസ്സ് കുരങ്ങനെ പോലെയാണ്. അതിന് മദ്യം കൊടുത്താൽ എന്തായിരിക്കും, അതിനെ തേള് കടിച്ചാൽ എന്തായിരിക്കും, അതിനെ ഭൂതപ്രേത ബാധ പിടിച്ചാൽ എന്തായിരിക്കും, ആ ഒരു കുരങ്ങന്റെ സ്ഥിതി എന്തായിരിക്കും? അല്ലെങ്കിൽ കുരങ്ങൻ റെസ്റ്റ്ലെസ്. അത് മദ്യം കഴിച്ചാൽ പിന്നെ പറയണോ? അതിനെ തേള് കടിച്ചാൽ ഒന്നല്ല എത്രയോ ആയിരം തേള് ഒരേ സമയത്ത് കടിക്കുക, പിന്നെ അതിന്റെ ഭൂതബാധ ഏൽക്കുക. അപ്പോൾ ആ കുരങ്ങന്റെ സ്ഥിതി എന്തായിരിക്കും? അതേപോലെ നമ്മുടെ മനസ്സെന്ന് പറയും. എന്താറ്റാലും അങ്ങനെ തന്നെ അല്ലേ? ആയാലും തുള്ളിച്ചാടി നടക്കൂലേ? തുള്ളിച്ചാടിയാണ്. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി എന്താ ചെയ്യാ? അതാണ്. അപ്പൊ അർജുനൻ അത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ മനസ്സിനെ നമ്മൾ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ, അവലോകനം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. മനസ്സ് ഇപ്പൊ ഒന്ന് വിചാരിക്കും, ഒരു മൊമെന്റ് വിചാരിക്കും ഞാൻ ചെയ്യാം, നെക്സ്റ്റ് മൊമെന്റിൽ എന്നാ ചെയ്യുന്നില്ല. എനിക്ക് ഉടനെ പറയും, നമ്മുടെ മനസ്സ് പറയും, നമ്മുടെ ന്യൂ പ്രൊപ്പോസ്, ഇല്ല അങ്ങനെ ചെയ്യണ്ട, അല്ലെ അങ്ങനെ പറയണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അവരെ കാണണ്ട, അവരെ കാണുമ്പോൾ ഞാൻ ഹരേ കൃഷ്ണ പറയില്ല, അവരിങ്ങോട്ട് പറയട്ടെ. എപ്പോഴും ഞാനെന്തിനാ ഹരേ കൃഷ്ണ പറയണേ? ഇല്ലേ? അവർക്ക് എന്താ തലക്കന്നത്തിൽ കൂടെ എന്നോട് പറയട്ടെ ആദ്യം. അത് അഹങ്കാരം ഉള്ളതുകൊണ്ടാണോ തോന്നുന്നത്? ഏ അഹങ്കാരം ഉള്ളതുകൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? അങ്ങനെ, അതായത് അത്രയും കൽമശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതുണ്ട്. ഈഗോ. നിറച്ച് വെച്ചിട്ട് ഞാൻ എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? മജി എന്താ പറഞ്ഞ? നിറച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? എപ്പോഴും ഞാൻ താഴ്ന്നു കൊടുക്കണം. ഇപ്രാവശ്യം അവൻ താഴട്ടെ. അപ്പൊ അങ്ങനെ ഈഗോ പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങളെ, ഈ പ്രശ്നങ്ങളെ വളരെ സ്ട്രോങ് ആണ്. യുനോ ടർബുലൻസ് വരുന്ന കോളിളക്കങ്ങൾ വരുന്ന പോലെ സമുദ്രത്തില് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വാശി പിടിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? അവസാനം പറയുന്നത് 4 ദിൻ ക ജിന്ദഗി എന്നല്ലേ, 4 ദിവസത്തെ. ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ 4 ദിവസം ലൈഫേ ഉള്ളൂ. അതിലാണ് നമ്മൾ ഈ കടുംപിടുത്തം പിടിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അതുകൊണ്ട് അർജുനൻ പറയുന്നു, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താ പ്രഭുജി 4 ദിവസം എന്ന് പറഞ്ഞത്? അതൊരു തമാശയായിട്ട് പറയാം. അതായത് നമ്മളുടെ ഈ ലൈഫ് സ്പാൻ, നമ്മളുടെ ഈ ജീവിതം 25 അങ്ങനെയാണോ? അല്ല, ഒരു ഇത് പറയാ, വളരെ ഷോർട്ട് ടൈം ആണെന്ന് പറയാ. 4 ദിൻ ക ജിന്ദഗി ഹിന്ദിയിൽ പറയുമ്പോൾ പറയും 4 ദിവസത്തെ ഈ ലൈഫ് ഇതിലാണ് ജീവിതമുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്തിനാ ഫൈറ്റ് ചെയ്യണേ? നമ്മൾ എന്തിനാ ഒരു ശത്രുത വെക്കുന്നത്? ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, അല്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഒരാളും അങ്ങനെ ശത്രുതയും അങ്ങനത്തെ യാതൊരു ഫൈറ്റിങ്ങിനൊന്നും പോവില്ല. വളരെ നന്നായിട്ട് പറയാ. ഇപ്പൊ നമുക്ക് ഒരു പരീക്ഷ മഹാരാജന് 7 ദിവസത്തെ നോട്ടീസ് കിട്ടി. ഇപ്പൊ നമുക്കൊരു നോട്ടീസ് കിട്ടിയ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മരിക്കാൻ പോവാണ്. എന്താ നമ്മൾ ചെയ്യാ? നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവോ ഒരാളായിട്ട്? നമ്മൾ സംജോത, കോംപ്രമൈസ്, സോറി, ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം എന്നല്ല പറയാ. നമ്മൾ ഫോർഗീവ്നെസ് അല്ല ചോദിക്കുക. ഒരു മിനിറ്റ് കേട്ടോ.
പ്രഹ്ലാദോ പ്രഹ്ലാദ് പ്രഹ്ലാദ് എവിടെ? This is connected, right? It's connected. It's on. Yeah, just check. That's the. It's charging. Okay. Okay. The Varnabha. So mind is so strong and obstinate that it sometimes overcomes the intelligence. Although the mind is supposed to be subservient to the intelligence. അപ്പൊ ചില സമയത്ത് മൈൻഡ് ഓവർടേക്ക് ചെയ്യും നമ്മളുടെ ബുദ്ധിയെ. ആക്ച്വലി ബുദ്ധിയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. പക്ഷേ ചില സമയത്ത് മനസ്സ് ഒരു ഫ്രണ്ട് സീറ്റിൽ വരും, ബുദ്ധിയെ ബാക്ക് സീറ്റിലേക്ക് ആക്കും. For a man in practical world who has to fight so many opposing elements, it is certainly very difficult to control the mind. Artificially, one may establish a mental equilibrium toward both friend and enemy, but ultimately no worldly man can do so, for this is more difficult than controlling the raging wind. In the Vedic literature, Kathopanishad, it is said, Atmanam Rathinam Vidhi Shariram Rathamayabacha Buddhim tu Sarathim Vidhi Mana Pragraham Evacha Indriyani Hayan Ahur Vishayam Steshu Gocharan Atmendriyo Mano Yuktam Atmendriya Mano Yuktam ഭോക്തേതി ആഹുർ മനീഷിന. ഇത് കഠോപനിഷത്തിലത്തെ ഒരു ശ്ലോകമാണ്. ഓക്കെ, മനസ്സിനെ, അതേപോലെ ഇന്റലിജൻസിനെ, അതിനെ ആത്മാവിനെ, ശരീരത്തെ ഒക്കെ ഒരു രഥത്തോടും അതിലുള്ള ഡ്രൈവറോടും അതിലുള്ള പാസഞ്ചറോടും അതിലുള്ള എന്താ പറയുക ചക്രങ്ങളോടൊക്കെ ഉപമിച്ചിട്ടുള്ള ഒരു ഇതാണ്. സോ ബ്യൂട്ടിഫുൾ അനാളജിയാണ് ഇത് പറയുന്നത്. The individual is a passenger in the car of the material body. നമ്മുടെ ശരീരം ഒരു കാർ പോലെയാണ്, ഒരു രഥം പോലെയാണ്. അപ്പോൾ അതിലത്തെ ആരാണ് ഇൻഡിവിജ്വൽ? ആത്മാവാരാണ് പാസഞ്ചർ ഇൻ ദ കാർ ഓഫ് ദ മെറ്റീരിയൽ ബോഡി. അപ്പൊ ഈ ശരീരത്തിൽ സഞ്ചരിക്കുന്ന ആരാണ്? ആത്മാവായിട്ടുള്ള ആ ഇൻഡിവിജ്വൽ ലിവിങ് യൂണിറ്റ് ആണ്. ആരാണ് ഡ്രൈവർ? ഇന്റലിജൻസ് ഈസ് ദ ഡ്രൈവർ. ബുദ്ധിയാണ് ഡ്രൈവർ, സാരഥി. മൈൻഡ് ഈസ് എ ഡ്രൈവിംഗ് ഇൻസ്ട്രുമെന്റ്. അതിന്റെ കടിഞ്ഞാണാണ് മൈൻഡ്, മനസ്സ്. അല്ലെങ്കിൽ കാറാണെങ്കിൽ അതിന്റെ സ്റ്റിയറിങ്. സെൻസസ് ആർ ദ ഹോഴ്സസ്. അപ്പൊ ഹോഴ്സ് 4 അല്ലെങ്കിൽ 5 ഹോഴ്സ് അതിനെ ഓടിക്കാൻ ഈ രഥത്തിന്. അല്ലെങ്കിൽ കാറാണെങ്കിൽ കാറിന്റെ ആ ടയറ് അല്ലെ ചക്രങ്ങള്, അതാണ് സെൻസസ്. The self is thus the enjoyer or sufferer in the association of the mind and senses. അപ്പൊ ആത്മാവാണ് ഇത് എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഫർ ചെയ്യുന്നത്. എങ്ങനെ? ഇൻ ദ അസോസിയേഷൻ ഓഫ് ദ മൈൻഡ് ആൻഡ് സെൻസസ്. മനസ്സിന്റെയും അതേപോലെ ഇന്ദ്രിയങ്ങളുടെയും സമ്പർക്കത്തിൽ വരുമ്പോൾ അത് സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും ആരാണ്? ആത്മാവാണ്. ആത്മാവാരാണ്? പാസഞ്ചർ അല്ലേ? So it is understood by the great thinkers, intelligence is supposed to direct the mind, but the mind is so strong and obstinate that it often overcomes even one's own intelligence. അപ്പോൾ ഇന്റലിജൻസ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, മനസ്സിനെ. മനസ്സാരാണ്? മനസ്സാരാണ് ഇവിടെ ഇത് കടിഞ്ഞാണ്. ആ കടിഞ്ഞാണ് ഡ്രൈവർ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ഡ്രൈവറാണ് ഇന്റലിജൻസ്. കടിഞ്ഞാണ് ഏതായിട്ടൊക്കെ കരുതുക. കാറിന്റെ സ്റ്റിയറിങ്. ഓക്കെ, കാറിന്റെ സ്റ്റിയറിങ്ങിലല്ലേ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? ആക്സിഡന്റ് സംഭവിക്കില്ലേ? അപ്പോ ഇന്റലിജൻസ് ആ സ്റ്റിയറിങ്ങിനെ ശരിക്കും കൺട്രോൾ ചെയ്യണം.
നമ്മൾ ഇന്റലിജൻസ് വിട്ടുകൊടുത്താൽ പിന്നെ സ്റ്റിയറിംഗ് നമ്മുടെ കൺട്രോളില്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയി മരത്തിൽ ചെന്നിടിക്കും, അല്ലെങ്കിൽ പുഴയിൽ ചെന്ന് ചാടും, അല്ലെങ്കിൽ പൊട്ടക്കിണറിൽ ചെന്ന് ചാടും, ആക്സിഡന്റ് സംഭവിക്കും. കാരണം അതിൻ്റെ ചക്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഹോഴ്സ് സെൻസസ് അതിനെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകും. കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ ഒന്നും പറയില്ല നമ്മള്. ഒരു രഥത്തില് 4-5 കുതിരകളുണ്ട്, അതിനെ കടിഞ്ഞാൾ കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് അതിന്റെ ഇഷ്ടപ്രകാരം അവിടെ പിടിക്കും ഓടും. അപ്പൊ ബുദ്ധി ആ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മനസ്സ് അതിന്റെ പാട്ടിന് പല സ്ഥലത്തേക്കും പോകും. അപ്പൊ അതാണ് പറഞ്ഞത്, ഇന്റലിജൻസ് ഈസ് സപ്പോസ് ടു ഡയറക്ട് ദ മൈൻഡ്, ബട്ട് ദ മൈൻഡ് ഈസ് സോ സ്ട്രോങ് ആൻഡ് ഒബ്സ്റ്റിനേറ്റ് ദാറ്റ് ഇറ്റ് ഓഫൺ ഓവർകംസ് ഈവൻ വൺസ് ഓൺ ഇന്റലിജൻസ്. ആസ് എൻ അക്യൂട്ട് ഇൻഫെക്ഷൻ മേ സർപാസ് ദ എഫിക്കസി ഓഫ് മെഡിസിൻ. വളരെ വളരെ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ മരുന്ന് ഫലിക്കില്ല. അതേപോലെ തന്നെ അപ്പൊ നമ്മൾ ഹെവി ഡോസ് കൊടുക്കേണ്ടി വരും, സാധാരണ ഡോസ് ഒന്നും പോരാ. സച്ച് എ സ്ട്രോങ് മൈൻഡ് ഈസ് സപ്പോസ് ടു ബി കൺട്രോൾഡ് ബൈ ദ പ്രാക്ടീസ് ഓഫ് യോഗ. അപ്പൊ അങ്ങനെ ആ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ യോഗ അഭ്യസിക്കണം. ബട്ട് സച്ച് പ്രാക്ടീസ് ഈസ് നെവർ പ്രാക്ടിക്കൽ ഫോർ എ വേൾഡ്ലി പേഴ്സൺ ലൈക്ക് അർജുന. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് അർജുനെ പോലുള്ള ഒരാൾക്ക് പറ്റിയതല്ല എന്നാ പറയുന്നത്. ആൻഡ് വാട്ട് ക്യാൻ ബി സേ ഓഫ് മോഡേൺ മെൻ? അർജുന് പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ പറ്റുമോ? ദ സിമിലി യൂസ്ഡ് ഹിയർ ഈസ് അപ്രോപ്രിയേറ്റ്. നമ്മള് കഠോപനിഷത്തില് ഈ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ 5 കുതിരകളാണ്. കാരണം 5 കുതിരകൾ എന്താണ്? അപ്പൊ നമുക്ക് 2 പിക്ചർ കാണാം. ചില രഥത്തിന് 4 കുതിരകള്, ചില രഥത്തില് 5 കുതിരകള്. എന്താണ് വ്യത്യാസം? ഭഗവത്ഗീതയിലത്തെ കവർ പേജില് അർജുനൻ യോദ്ധാവാണ്, പാർത്ഥസാരഥി കൃഷ്ണനാണ്. അതിൽ 4 കുതിരകളേ ഉള്ളൂ. ചിലയിടത്ത് 5 കാണുന്നുണ്ടല്ലോ പ്രഭുജി. അപ്പൊ എന്താണ് വ്യത്യാസം ചോദിക്കണേ? ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഒരു ആത്മീയ ഇതില് 4 പറയാറ് അല്ലെ? ഇന്ദ്രിയങ്ങളല്ലേ അധ്യക്ഷൻ? അപ്പൊ ഭഗവത്ഗീതയിലത്തെ ഈ അനോളജി അല്ല. ഭഗവത്ഗീത ശരിക്കും 4 കുതിരകളേ ഉള്ളൂ. പക്ഷെ ഈ കഠോപനിഷത്തില് ഈ അനോളജിയില് 5 സെൻസസിനെയാണ് ഡെപിക്ട് ചെയ്യുന്നത്. 5 സെൻസസ് ആണ്, 5 കുതിരകള്. അപ്പോ 5 കുതിരകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശ്ലോകം നമ്മൾ ഓർമ്മ വരണം. ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ഇതിന് ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുള്ള ഒരു രഥം നമുക്ക് ഓർമ്മ വരണം. കഠോപനിഷത്തിലെ ആ ശ്ലോകത്തിന്റെ ബേസിസിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചിത്രം വരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 5 കുതിരകൾ ഉണ്ടായിരിക്കണം. യുദ്ധഭൂമിയിലെ അർജുനൻ അർജുനൻ യോദ്ധാവായിട്ടും ഭഗവാൻ കൃഷ്ണൻ തേരാളിയായിട്ടും ഉള്ളതാണെങ്കിൽ 4 ഉള്ളൂ. അവിടെ ഈ അനോളജി അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അത് സാധാരണ ഒരു തേര്. പക്ഷെ ഇത് ഈ സിമിലി അല്ലെങ്കിൽ ഈ കമ്പാരിസൺ കഠോപനിഷത്തിലത്തെയാണ്. അത് അപ്പോൾ അവിടെ 5 കുതിരകളാണ്, 5 ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ അതാണ് ചില സ്ഥലത്ത് 5 ഇന്ദ്രിയങ്ങള് 5 കുതിരകളെയും ചില സ്ഥലത്ത് 4 കുതിര. 4 കുതിരകൾ പറഞ്ഞാൽ അത് കുരുക്ഷേത്രത്തിലെ രഥമാണ്. 5 കുതിരകൾ പറഞ്ഞാൽ കഠോപനിഷത്തിലെ ഈ ശ്ലോകത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പിക്ചറാണെന്ന് മനസ്സിലാക്കുക. അതാണ് എൻ്റെ വ്യത്യാസം. The simile used here is appropriate. One cannot capture the blowing wind, and it is even more difficult to capture the turbulent mind. The easiest way to control the mind is mind as suggested by Lord Chaitanya as chanting Hare Krishna. അപ്പം നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സരളമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നാമജപം. ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ദ ഗ്രേറ്റ് മന്ത്ര ഫോർ ഡെലിവറൻസ് ഇൻ ഓൾ ഹ്യൂമിലിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് മഹാമന്ത്രം എന്ന് പറയുന്നു. നമ്മളെ ഉദ്ധരിക്കാൻ പറ്റുന്ന മഹാമന്ത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. The method prescribed is
സവായി മന കൃഷ്ണ പാതാരവിന്ദയോ. ഭഗവാന്റെ പാതാരവിന്ദത്തിലായിരിക്കണം നമ്മളുടെ എപ്പോഴും മനസ്സ് ഫോക്കസ് ചെയ്യേണ്ടത്. വൺ മസ്റ്റ് എൻഗേജ് വൺസ് മൈൻഡ് ഫുള്ളി ഇൻ കൃഷ്ണ. ഓൺലി ദെൻ വിൽ ദർ റിമെയിൻ നോ അതർ എൻഗേജ്മെന്റ് ടു അജിറ്റേറ്റ് മൈൻഡ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ മനസ്സിനെ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എജിറ്റേറ്റ് ആവില്ല. ഓക്കെ, ആ മനസ്സ് സ്ഥിരമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നിൽക്കും. അല്ലെങ്കിൽ അത് അവിടെയും ഇവിടെയും കറങ്ങിക്കൊണ്ടിരിക്കും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ശ്ലോക. അപ്പോൾ ഇത് കഠോപനിഷത്തിലെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ശരീരമാകുന്ന രഥത്തിൽ ബുദ്ധിയാകുന്ന ആരാണ്? ഡ്രൈവർ. മനസ്സാകുന്ന കടിഞ്ഞാണ്. ആത്മാവുന്ന യാത്രക്കാരൻ. ഇന്ദ്രിയങ്ങളാകുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകള്. ഇതിനെ ഇന്റലിജന്റ് ബുദ്ധിയാകുന്ന ആ ഡ്രൈവർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, മനസ്സാകുന്ന ആ ഇൻസ്ട്രുമെന്റ് ആയത് സ്റ്റിയറിങ് ശരിക്കും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് അവിടെയും ഇവിടെയും പോയി ആക്സിഡന്റ് ആവും. അത്രേ ഉള്ളൂ. അതാണ് ഇത്. ഓക്കെ, ഹരേ കൃഷ്ണ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദ കോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय.